എൻ്റെ പേര് സുമിഷ. ഇതെൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടെ മക്കൾ. ഹസ്ബൻഡിൻ്റെ പേര് രാജേഷ്, മകൻ ഋതുരാഗ്, മകൾ ഋതിക. ഞങ്ങൾ മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജനുവരി 2-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡിന് 3 വർഷമായിട്ട് BP ഉണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം മരുന്ന് മുടങ്ങിയാൽ തലേൻ്റെ ബാക്കിൽ ഭയങ്കര വേദന ഉണ്ടാവൽ. ഞങ്ങളിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടിയിലെ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, പുരട്ടി. 15 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മാറിക്കിട്ടി. പിന്നെ ഇതുവരെ ആയിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല. യാതൊരു കുഴപ്പവും ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. അമ്മ അത് സൗഖ്യപ്പെടുത്തി തന്നു. രണ്ടാമത്തത്, എൻ്റെ മകൾക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. 1 വയസ്സായപ്പോൾ തുടങ്ങിയതായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് മരുന്ന് കഴിച്ച് യാതൊരു മാറ്റവും ഉണ്ടായില്ല. കഴിക്കുമ്പോൾ മാത്രം മാറും, പിന്നെ വീണ്ടും തുടങ്ങും. ഡോക്ടർമാർ പറഞ്ഞു കുട്ടിയെ പ്രായമായി വരുമ്പോഴത്തേക്കും മാറിക്കോളും എന്നാണ്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു. 3 ദിവസം കൊണ്ട് ഉടമ്പടി തൈലം പുരട്ടി ഞങ്ങൾക്കത് മാതാവ് മാറ്റി തന്നു. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത ഹസ്ബൻഡ് പറയും. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങൾ, കുറേ വർഷങ്ങളായിട്ട് വാഹനങ്ങളുണ്ടായിരുന്നു. വാഹനങ്ങൾ ഓടിക്കുന്ന ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് കാരണം ഒരു വ്യക്തിക്ക് പണയപ്പെടുത്തി വണ്ടി കൊടുത്തു. ഇങ്ങോട്ട് വരാൻ വണ്ടി ഇല്ലാതായി. അങ്ങനെ ഇവിടെ അമ്മയോട്, മാതാവിനോട് പറഞ്ഞു, എന്താ ചെയ്യാം മാതാവേ, ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒന്ന് രക്ഷിക്കണം, വണ്ടി തിരികെ കിട്ടാൻ വേണ്ടി സഹായിക്കണം മാതാവേ. അത് പറഞ്ഞ് ഇവിടുന്ന് പോയി. എല്ലാവർക്കും വ്യക്തികൾക്ക് തരാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അവിടെ വണ്ടി നേരെ വെക്കുമ്പോൾ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ ഒരു ദിവസം പിടിക്കും. കൊണ്ടുപോയിക്കോളെന്ന് പറയും, പിന്നെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനത്തെ അവസ്ഥ. മാതാവ് അടുത്ത വരവിൽ ഞങ്ങൾക്ക് ആ വണ്ടി തിരികെ കേൾക്കാൻ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വെച്ചതായിരുന്നു. അത് കൊടുത്ത് ആ വ്യക്തി, വേറൊരു വ്യക്തിയെ പൈസ തന്നു. 2-ാമത്തെ ദിവസം വണ്ടി എടുത്തു. അടുത്ത വരവ് ഞങ്ങൾ ആ വണ്ടിയായിട്ട് ഇവിടെ വന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതം ആയിരുന്നു. ഭയങ്കര മാതാവിന് അത്രയും വലിയൊരു നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ വീടിൻ്റെ കാര്യം, വീട് ലോണിനായിരുന്നു. ആ ലോണ് അടയ്ക്കാൻ പറ്റാതെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അത് ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. ഇങ്ങനെ ലോൺ ജപ്തിയായിട്ടുണ്ട്. അച്ഛനെ കണ്ടു. വൈഫായിരുന്നു അച്ഛനെ കണ്ടത്. അങ്ങനെ വൈഫിനെ തലയിൽ വെച്ച് അച്ഛൻ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കിട്ടി. പിന്നെ അടുത്ത മാസം തന്നെ ഇവിടേക്ക് തിരികെ വരുമ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതും അടച്ചു. ഞങ്ങൾ ജപ്തിയൊന്നും ഇല്ലാതെ എല്ലാ അനുഗ്രഹവും മാതാവിൻ്റേതായിരുന്നു. മാതാവ് അത്രയും ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, പ്രസിദ്ധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തത് പത്രങ്ങൾ കൊടുക്കുക. വീട്ടിൽ കയറി എല്ലാ വീട്ടിലും, ആരുടെ വീടാണ് ഏത് വീടെന്നൊന്നും അറിയില്ല, എല്ലാ വീട്ടിലും ഞങ്ങൾ അറിയാത്ത മേഖലയിലും പോയി വീടുകളിൽ പോയിട്ട് കൊടുക്കുകയായിരുന്നു. പത്രങ്ങൾ എത്ര കിട്ടിയാലും 5 കെട്ട് 10 കെട്ട് മേടിച്ച് പോകും. പിന്നെ മാസം വരുമായിരുന്നു. അങ്ങനെ എല്ലാം അനുഗ്രഹവും ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ബൈബിൾ വായിക്കൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഡെയിലി വായിക്കുമായിരുന്നു. 1/2 മണിക്കൂറായിരുന്നു പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ ആദ്യം അതൊന്നും അറിയില്ലായിരുന്നു. ബൈബിൾ എങ്ങനെയാണ് വായിക്കുക, ഒന്നും ഇതിനെ പറ്റിയ ഒരു അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വായിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ വായിച്ചു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:14. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. സുമിഷ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുടുംബം മുഴുവനും ചേർന്ന് അമ്മ മാതാവ് വഴി ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടും നിറക്കണ്ണുകളോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം സഹോദരി പങ്കുവെച്ചത് ജീവിത പങ്കാളിക്ക് 3 വർഷത്തിലേറെയായി തുടർച്ചയായി ഉണ്ടായിരുന്ന കൂടിയ ബ്ലഡ് പ്രഷറും അതുമൂലമുണ്ടായ ശാരീരിക അസ്വസ്ഥതകളുമാണ്. പലപ്പോഴും മരുന്ന് കഴിച്ചിട്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത പരിഹാരമൊന്നുമില്ലാതെ കുഴങ്ങിയ നാളുകളിൽ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നു. മകൾ പറയുന്നുണ്ട്,
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 15 ദിവസത്തിനുള്ളിൽ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൽ നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി BP നോർമലാക്കിക്കൊണ്ട് ആ വലിയ ക്ലേശത്തെയും അസ്വസ്ഥതകളെയും മാറ്റിക്കൊടുക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തുവെന്ന്. രണ്ടാമത് കുഞ്ഞിന് 2 വർഷത്തോളമായുള്ള സ്കിൻ അലർജിയുടെ പ്രയാസങ്ങൾ. പല ഡോക്ടർമാരും അത് മരുന്ന് കൊടുത്ത് ശരിയാവാത്തത് കൊണ്ട് വലുതാകുമ്പോൾ മാറിക്കൊള്ളുമെന്ന് താൽക്കാലിക ആശ്വാസം പറഞ്ഞ് വിടുമ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി 3 ദിവസം തുടർച്ചയായി പുരട്ടി കഴിയുമ്പോൾ അത്ര നാളും കുടുംബം വല്ലാതെ മോളെക്കുറിച്ച് വിഷമിച്ചിരുന്ന ആ ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് രണ്ടും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയെ നമുക്ക് കാട്ടിത്തരികയാണ്. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഒരു സവിശേഷതയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ ഏതൊരു ഗൗരവ വിഷയത്തിലും മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമയം ചുരുക്കിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, സൗഖ്യമായും സംരക്ഷണമായും ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെ കാണുകയും നിങ്ങൾക്കത് അനുഗ്രഹമാക്കി നൽകുകയും ചെയ്യുമെന്ന് നിരന്തരം പങ്കുവയ്ക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കുടുംബവും ഈ 2 വിഷയങ്ങളിലും നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ ഒത്തിരി നാളായി വേദനിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയെന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് 2 സാമ്പത്തിക മേഖലയുടെ വിഷയങ്ങളാണ് സഹോദരൻ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, സ്വന്തമായിട്ടുണ്ടായിരുന്ന വാഹനം കടബാധ്യത മൂലം മറ്റൊരാൾക്ക് 2 മാസത്തേക്ക് കൊടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും തിരികെ എടുക്കുവാൻ പറ്റാത്ത സാഹചര്യം. എല്ലാവരും വണ്ടിയില്ലാത്തതിനെ ഇവരെ ഒന്ന് കൊച്ചാക്കി സംസാരിക്കുകയും എവിടെ പോയി എന്ത് പറ്റിയെന്ന് കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ മനോവിഷമമായി കുടുംബത്തിൽ മാറുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റൊരു വ്യക്തിയിലൂടെ പണം കണ്ടെത്താനും വേഗത്തിൽ ഏതാണ്ട് 1.5 മാസത്തിനുള്ളിൽ തന്നെ വാഹനം സ്വന്തമാക്കും വിധം അമ്മ മാതാവ് കുടുംബത്തെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊന്ന് 4 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത, ജപ്തിയുടെ വക്കുവരെ എത്തിയ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ. അതും ഇതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ബ്ലെസ്സിങ് നേടിക്കൊണ്ട് പോവുകയും അച്ഛൻ കൊടുത്ത കാശുരൂപം വീടിൻ്റെ അരികിൽ കുഴിച്ചിട്ട് അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ജപ്തി നടപടികൾ ഒഴിവാകുകയും കടബാധ്യത മാറുകയും ചെയ്യും വിധം പണം കുടുംബത്തിന് ശരിയായി കിട്ടിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ വലിയ അനുഭവം, സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കണ്ണീര് തുടക്കുന്ന അനുഭവം കുടുംബത്തിന് ലഭിച്ചുവെന്ന് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തിന് അമ്മ മാതാവിലൂടെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവപിതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.